SSLC പരീക്ഷയിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ജന്മന ഇരു കൈകളുമില്ലാത്ത മുഹമ്മദ് ആസിമിന് അഭിനന്ദനവുമായി രാഹുൽ ഗാന്ധി. നിശ്ചയദാർഢ്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമാണ് ആസിമിന്റെ യാത്രയെന്ന് ആസിം വെളമണിക്ക് അയച്ച കത്തിൽ രാഹുൽ പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ പലതവണ ആസിമിനെ കാണാൻ അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ആസിമിന്റെ ശുഭാപ്തി വിശ്വാസം പോരാട്ടവീര്യവും തന്നെ ആകർഷിച്ചിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചു. ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളോടും പൊരുതുന്ന ആസിമിന്റെ വിജയം എല്ലാവരുടെയും കൂടിയാണെന്നും അദ്ദേഹം കത്തിൽ കുറിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന MI ഷാനവാസിന്റെ മരണാനന്തരം അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വസതിയിൽ സന്ദർശിക്കവെയാണ് ആദ്യമായി ആസിം രാഹുൽ ഗാന്ധിയെ കാണുന്നത്. അന്ന് രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് വിളിച്ച ആസിമിനെ കാണാൻ രാഹുൽ എത്തിയതും ആസിമിനെ എടുത്ത് സ്നേഹം പങ്കുവച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. തന്റെ വീട്ടിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയുള്ള എളേറ്റൽ MJHSS സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയാണ് ആസിം ഈ വിജയം കൈവരിച്ചത്. തന്റെ ശാരീരിക പരിമിതികൾ പരിഗണിച്ച് താൻ പഠിക്കുന്ന കോഴിക്കോട് വെളിമണ്ണ സ്കൂൾ UP സ്കൂളായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് കാലുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കത്തെഴുതിയതും അതിനെ തുടർന്ന് സ്കൂൾ UP സ്കൂളായി ഉയർത്തിയതും വലിയ മാധ്യമശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് ഈ സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് പിണറായി വിജയൻ സർക്കാരിനെ സമീപിക്കുകയും തിരുവനന്തപുരത്തേക്ക് വീൽചെയറിൽ യാത്ര ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂല നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. ഇതിനെ തുടർന്ന് ആസിം ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും കോടതിയുടെ അനുകൂല വിധിയുണ്ടാവുകയും ചെയ്തു. എന്നാൽ ഈ വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയായിരുന്നു. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പങ്കാളിയായപ്പോഴും ആസിമിന്റെ ആവശ്യം താൻ പഠിക്കുന്ന സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തണമെന്നതായിരുന്നു. ആസിമിന്റെ പോരാട്ടത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആ നാടിന്റെ മുഴുവൻ പിന്തുണയുണ്ടായിരുന്നു. ഉജ്ജ്വല ബാല്യം പുരസ്കാരം ജേതാവായ ആസിം പെരിയാർ നദി കുറുകെ നീന്തിക്കടന്ന റെക്കോർഡിനും ഉടമയാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം.